ഹാലലൂയ, ഹാലലൂയ. കർത്താവില് ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി തമ്പുരാന്റെ തിരുവചനവുമായിട്ട് നമുക്ക് ഒന്നുചേരുവാൻ കഴിഞ്ഞതിനായിട്ട് ദൈവത്തിന് പ്രത്യേകമായിട്ട് നമുക്ക് നന്ദി പറയാം. ഇന്ന് ധ്യാനിക്കുവാനായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന വചനഭാഗം ലൂക്കാസുവിശേഷം 15-ാം അധ്യായത്തിന്റെ 7-ാം തിരുവചനം. വചനം ഇപ്രകാരം പറയുന്നു: അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗീയ പിതാവേ, നിന്റെ കരങ്ങളിലേക്ക് ഈ എളിയ ശുശ്രൂഷയെ ഞങ്ങളെ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ശുശ്രൂഷ ഏറ്റെടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനം പങ്കുവയ്ക്കുന്ന ഈ ദാസനിലേക്കും കേൾക്കുന്ന സഹോദരങ്ങളിലേക്കും വലിയ ഹൃദയത്തിന്റെ തുറവിയോടുകൂടി പറയുവാനും കേൾക്കുവാനും ആവശ്യമായ സ്വർഗീയ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഈ വചനം ആവശ്യമായ വ്യതിയാനങ്ങൾ വരുത്തുവാനായിട്ട് ഫലസമൃദ്ധമായി ഇത് മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതെ, സകല വിശുദ്ധരെ, മാലാഖാ വൃന്ദങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നിത്യപിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ ഏറ്റവും പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തില് അറിഞ്ഞും അറിയാതെയും തമാശയ്ക്കും ഒക്കെയായിട്ട് നാം പലപ്പോഴും പറയുന്ന ചില വാക്കുകളുണ്ട്. ഏതെങ്കിലും വ്യക്തിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തില് ചില വേദനകള്, തകർച്ചകളൊക്കെ കടന്നു വരുമ്പോൾ സ്വയം ആശ്വസിക്കുവാനായിട്ട് അല്ലെങ്കിൽ ആശ്വസിപ്പിക്കുവാനായിട്ട് നാം പറയുന്ന കാര്യങ്ങളുണ്ട്. ഇതെല്ലാം വിധിയാണ്. അതല്ലെങ്കിൽ വിധിയെ മാറ്റുവാൻ ആർക്കെങ്കിലും പറ്റുമോ? അല്പം കൂടി വിശ്വാസമുള്ള ഒരു വിശ്വാസിയാണെങ്കിൽ ഇപ്രകാരം പറയും: ഇതൊക്കെ ജനിക്കുമ്പോ ദൈവം ഓരോരുത്തർക്ക് ഓരോന്ന് വിധിച്ചിട്ടുണ്ട്. തലയിലുള്ള എഴുത്ത് മാറ്റുവാനായിട്ട് ആർക്കെങ്കിലും പറ്റുമോ? ദൈവം തീരുമാനിച്ചുറപ്പിച്ചത് മനുഷ്യന് മാറ്റുവാൻ പറ്റുമോ എന്നെല്ലാം പലപ്പോഴെങ്കിലും നാം കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ചിന്തിക്കുവാനായിട്ട്, ധ്യാനിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ച വചനഭാഗവും ഇത് തന്നെയാണ്. ദൈവത്തിന്റെ തീരുമാനത്തെ മാറ്റുവാൻ മനുഷ്യന് സാധിക്കുമോ ഇല്ലയോ? ഒന്ന് ചേർന്ന് പറയാവോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വചനത്തിന്റെ 2-3 സംഭവങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് ധ്യാനിച്ചിട്ട് നമുക്ക് ഈ വചനത്തിന്റെ കുറച്ചുകൂടി വ്യക്തതയിലേക്ക് നമുക്ക് കടന്നു വരാം. ഒന്നാമതായിട്ട് നമുക്കൊന്ന് ധ്യാനിക്കാം യോന പ്രവാചകന്റെ ജീവിതം. യോനയുടെ ലേഖനം അധ്യായം 3-ാം അധ്യായം നമുക്കറിയാം. 1-ാം അധ്യായത്തിലൊക്കെ പറയുന്നുണ്ട്, ദൈവം യോനായെ ഒരു ദൗത്യം ഏൽപ്പിച്ചു വിടുകയാണ് നിനവയിലേക്ക് പോകുവാനായിട്ട്. എന്നാൽ യോന പ്രവാചകൻ താർഷീഷിലേക്ക് കപ്പൽ കയറുന്നതായിട്ടും യാത്രാ മധ്യത്തിൽ വലിയ ദുരന്തങ്ങൾ കടന്നു വരുന്നതായിട്ടും യോനായി എടുത്ത് കടലിൽ എറിയുന്നതായിട്ടും മത്സ്യം വിഴുങ്ങുന്നതായിട്ടും ഒടുവിൽ കരയ്ക്ക് കൊണ്ട് ഈ മത്സ്യം ഛർദ്ദിക്കുന്നതായിട്ടും ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കഥകളാണ്. അതല്ല ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുക. ഒടുവിൽ യോന പ്രവാചകൻ നിനവേയിൽ തന്നെ എത്തിച്ചേർന്നു. അവിടെ നിന്ന് നമുക്ക് ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. നിനവേയിൽ എത്തിയ യോന പ്രവാചകൻ അവിടെയുള്ള ദേശവാസികളോടെല്ലാം ദൈവത്തിന്റെ അരുളപ്പാട്, ദൈവത്തിന്റെ സന്ദേശം വിളിച്ചു പറയുകയാണ്. ഇപ്രകാരം അവൻ പറയുന്നു, 4-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: നിനവേ നശിപ്പിക്കപ്പെടും. ഈ നിനവേ ദേശം പൂർണ്ണമായിട്ടും ദൈവത്താൽ നശിപ്പിക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ വ്യക്തിപരമായ വളരെ വ്യക്തമായ അരുളപ്പാട് ഉണ്ടായതിന്റെ വെളിച്ചത്തില് നിനവേ ദേശവാസികളോട് യോന പ്രവാചകൻ വ്യക്തമായിട്ട് ഉദ്ഘോഷിക്കുകയാണ്: ഈ ദേശം നശിപ്പിക്കപ്പെടും, ദൈവത്തിന്റെ തീരുമാനമാണ് അത് എന്ന്.
ഇത് കേട്ട ജനങ്ങൾ ദൈവത്തിന്റെ ഈ അരുളപ്പാടിൽ വിശ്വസിക്കുകയും ഉടനെ തന്നെ അവർ ഉപവാസം പ്രഖ്യാപിക്കുകയും ചെയ്തതായിട്ട് വചനം പഠിപ്പിക്കുന്നു. വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കുടുത്തു അവർ ഉപവാസം സ്വീകരിച്ചു. അവിടെയുള്ള രാജാവിന്റെ വലിയ വിളംബരമുണ്ടായി. മനുഷ്യനോ മൃഗങ്ങളോ കന്നുകാലിയോ ആടുമാടുകളോ ഒന്നും ഭക്ഷിക്കരുത്. മനുഷ്യനും മൃഗവും ചാക്കു വസ്ത്രം ധരിച്ച് ഉപവാസം ഏറ്റെടുക്കണം. അവർ ദൈവത്തോട് ഉച്ച സ്വരത്തില് വിളിച്ച് അപേക്ഷിക്കണം. എല്ലാവരും തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് പിന്തിരിയണം. രാജകൽപ്പന പുറപ്പെടുവിച്ചു. പ്രിയപ്പെട്ടവരെ, ആ ജനങ്ങളെല്ലാവരും ഒന്നടങ്കം ഏറ്റെടുത്തു. ഇത് മനുഷ്യർ മാത്രമല്ല, വചനം പറയുന്നു മൃഗങ്ങളും കന്നുകാലിയും ആടുമാടുകളും എല്ലാം ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ഒന്നും ചെയ്യാതെ അവരെല്ലാവരും ചാക്കുടുത്ത് ചാരം പൂശി, രാജാവ് പോലും ചാക്കുടുത്ത് ചാരത്തിലിരുന്ന് അവൻ തമ്പുരാന്റെ കരുണയ്ക്കു വേണ്ടി കേണപേക്ഷിച്ചു. ദൈവമേ, ഞങ്ങളോട് ഈ ദേശത്തോട് കരുണയുണ്ടാകണമേ എന്ന് അവര് ചാക്കുടുത്ത് ചാരം പൂശി ദൈവസന്നിധിയിൽ അലമുറയിട്ട് കരഞ്ഞു. ഇത് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായ വലിയ ഒരു കാര്യമാണ് ഇന്ന് ചിന്തിക്കുവാനായിട്ടുള്ള ആദ്യ ഭാഗം നാം ചിന്തിക്കുക. 10ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് ദൈവം തിരിച്ചറിഞ്ഞു. ഇത് തിരിച്ചറിഞ്ഞപ്പോൾ ദൈവം തന്റെ തീരുമാനം മാറ്റി. ദൈവം തന്റെ മനസ്സ് മാറ്റി. അവരുടെ മേൽ അയക്കുമെന്ന് ദൈവം പറഞ്ഞ മഹാമാരികളും തകർച്ചകളും അനർത്ഥങ്ങളും ഒന്നും അയക്കുന്നില്ല എന്ന് ദൈവം അവിടെ തീരുമാനമെടുത്തു. നോക്ക് പ്രിയപ്പെട്ടവരെ, ഒരു ദേശത്തിന്റെ തിന്മ കണ്ട ദേശത്തെ തകർക്കുവാനായിട്ട്, ആ ദേശത്തെ ഉന്മൂലനം ചെയ്യുവാനായിട്ട് ദൈവം തീരുമാനമെടുത്തു. ദൈവമെടുത്ത തീരുമാനത്തെ തന്റെ മക്കളുടെ എളിമയോടെയുള്ള, താഴ്മയോടെയുള്ള, ഉപവാസത്തോടെയുള്ള, കണ്ണുനീർ കണങ്ങളോടെയുള്ള പ്രാർത്ഥനയ്ക്ക് മുന്നിൽ ദൈവം മാറ്റി. ദൈവം മനസ്സ് മാറ്റി എന്നാണ് 10ാം വാക്യം. യോനായുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 10ാം വാക്യം ഇപ്രകാരം: ദൈവം അവിടെ മനസ്സ് മാറ്റി. ദൈവത്തിന്റെ തീരുമാനം അവിടെ മാറ്റപ്പെട്ടു. ദൈവമെടുത്ത ശക്തമായ തീരുമാനം അവൻ മാറ്റി. നമുക്ക് പിന്നീടുള്ള വചനഭാഗം അറിയാം. അവിടെ യോനാ പ്രവാചകന് അസ്വസ്ഥതകൾ ഉണ്ടാകും. തന്റെ പ്രവചനങ്ങളെല്ലാം അവിടെ തെറ്റി. തന്റെ പ്രവചനങ്ങളെല്ലാം ഒന്നും നടന്നില്ല. അവിടെ യോനാ പ്രവാചകന് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടായതൊക്കെ നമ്മൾ പിന്നീട് കാണും. നമുക്കതല്ല ചിന്തിക്കുവാനായിട്ട് എന്നുള്ളത്. തന്റെ തീരുമാനം ദൈവം മാറ്റി. നമുക്ക് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 18-ാം അധ്യായം നമുക്കൊന്ന് വായിക്കുമ്പോൾ 18-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങൾ നാം കാണുന്നുണ്ട്. മാമ്രയുടെ ഓക്കുമരത്തോപ്പിന് സമീപം കർത്താവ് അബ്രാഹത്തിന് പ്രത്യക്ഷനായ വചനഭാഗമുണ്ട്. അവിടെ അബ്രാഹം തന്റെ കുടിലിന് മുന്നിൽ ഇരിക്കുമ്പോൾ അവിടെ വഴി നടത്തുകാരെ പോലെ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ വരുന്നു. അബ്രാഹം 3 പേർ നിൽക്കുന്നതായിട്ട് കാണുന്നു. 3 പേർ, അത് വ്യാഖ്യാനിക്കാനല്ല ഈ വചനഭാഗം, എങ്കിലും പറയുന്നു 3 പേർ. ത്രിത്വം അവിടെ വന്നതായിട്ടാണ് വചനഭാഗം പറയുന്നത്. അങ്ങനെ കർത്താവ് അവിടെ കടന്നു വന്നിട്ട് അബ്രാഹത്തിന്റെ ഭവനത്തിന് മുന്നിൽ കടന്നു വരുന്നു. അബ്രാഹം പെട്ടെന്ന് അവരെ ഇരുകരങ്ങളും നീട്ടി സ്വീകരിക്കുന്നു. പെട്ടെന്ന് അപ്പമൊക്കെ ഉണ്ടാക്കുന്നു. കൊഴുത്ത ആടുമാടുകളെ കൊന്ന് അവർക്ക് ഭക്ഷണമെല്ലാം കൊടുക്കുന്നു. അങ്ങനെ വിഭവസമർത്ഥമായിട്ട് തന്റെ ആതിഥ്യ മര്യാദയുടെ പൂർണ്ണതയിൽ നിന്നുകൊണ്ട് അബ്രാഹം അതിഥികളെ സ്വീകരിക്കുന്നതൊക്കെ ആയിട്ട് നമ്മൾ വചനഭാഗം കാണുന്നുണ്ട്. അതിന്റെ ഒടുവിലായിട്ട് അവർ പോകുവാനായിട്ട് തുടങ്ങുമ്പോൾ കർത്താവ് തന്നെ ചിന്തിക്കുന്നു, അബ്രാഹത്തോട് ഈ കാര്യങ്ങൾ തുറന്ന് പറയേണ്ടതല്ലേ? കാരണം വിശ്വസ്തയോടുകൂടി ഈ ദേശം, ഈ ഭൗമമണ്ഡലത്തില് അവൻ ഒരുപാട് ജനതകളുടെ പിതാവാക്കി മാറ്റുവാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്ത അബ്രാഹത്തോട് എന്തിന് ഞാൻ ഒളിച്ചു വെക്കണം? ദൈവം അവിടെ തീരുമാനിക്കുന്നു എല്ലാം പറയുവാനായിട്ട്. ദൈവം പറയുന്നു, ഞാൻ സോദോമിനും ഗോമോറയ്ക്കും എതിരെ അവരുടെ നിലവിളികളും അവരുടെ തകർച്ചയുടെ അവസ്ഥകളും എല്ലാം ഒന്ന് നേരിട്ട് കാണുവാനും ആ ദേശത്തെ തകർക്കുവാനായിട്ട്, ആ ദേശത്തെ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയുവാനായിട്ട്, ചാമ്പലാക്കുവാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്നുള്ള സത്യം
അവിടെ കർത്താവ് അബ്രാഹത്തോട് പറയുകയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ദൈവം തീരുമാനിച്ചുറച്ചവിടെ വന്നിരിക്കുകയാണ് സോദോം ഗോമോറ ദേശത്തെ തകർക്കുവാനായിട്ട്. കാരണം സോദോം ഗോമോറ ദേശത്ത് അത്രയധികം അതിക്രമങ്ങളും തിന്മയും പാപവും പെരുകിയതിനാൽ ആ ദേശത്തെ തകർക്കുവാനായിട്ട്, ദേശത്തെ ഉന്മൂലനം ചെയ്യുവാനായിട്ട് ദൈവം തീരുമാനമെടുത്ത് സോദോം ഗോമോറ ദേശത്ത് എത്തിയപ്പോഴാണ് അബ്രാഹത്തിന്റെ ഭവനത്തിൽ കടന്നു വരിക. പിന്നീടുള്ള വചനഭാഗമാണ് നമുക്ക് ചിന്തിക്കുവാനുള്ളത്. 24 വാക്യം മുതൽ നാം മുന്നോട്ട് പോകുമ്പോൾ അബ്രാഹാം ദൈവത്തോടുള്ള സംസാരമാണ്. അവിടെ വളരെ ചിന്തനീയമായിട്ടുള്ള സംസാര ഭാഗങ്ങളുണ്ട്. അവിടെ ഒന്നാമതായിട്ട് അവിടെ കാണുന്നു, അബ്രാഹാം ദൈവത്തിന്റെ സ്വഭാവ ഗുണത്തെ ആദ്യം ഒന്ന് വിവരിക്കുകയാണ്. അവിടെ ഇപ്രകാരം അവിടെ പറഞ്ഞു വെച്ചു, ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും സംഹരിക്കുക, അത് അങ്ങിൽ നിന്ന് ഉണ്ടാകാതിരിക്കട്ടെ. ദുഷ്ടന്മാരുടെ ഗതി തന്നെ നീതിമാന്മാർക്കും സംഭവിക്കാതിരിക്കട്ടെ. ഭൂമി മുഴുവന്റെയും വിധികർത്താവിന് നീതി പ്രവർത്തിക്കാതിരിക്കാനാകുമോ? ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അബ്രാഹാം വളരെ വിപ്ലവകരമായ ഒരു അവസ്ഥയിൽ നിന്നും ദൈവത്തെ ഒന്ന് തീരുമാനങ്ങളെ മാറ്റുവാനായിട്ട് ആദ്യം ദൈവത്തിന്റെ സ്വഭാവ ഗുണങ്ങളെ ഒന്ന് പുകഴ്ത്തുകയാണ്. അതിനുശേഷം നമുക്ക് കാണുവാനായിട്ട് കഴിയും അബ്രാഹാം കർത്താവിനോട് വിലപേശുന്നത് പോലെയുള്ള സംസാരം. ആദ്യം ചോദിക്കുന്നു, നഗരത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ അങ്ങ് അതിനെ നശിപ്പിച്ചു കളയുമോ? അവരെ പ്രതി ആ സ്ഥലത്തെ ശിക്ഷയിൽ നിന്നും അങ്ങ് ഒഴിവാക്കില്ലേ? അപ്പൊ ദൈവം പറയുന്നു, 50 പേരുണ്ട് എങ്കിൽ അവരെ പ്രതി ഞാൻ ആ ദേശത്ത് നശിപ്പിക്കത്തില്ല. അബ്രാഹാം പറയുന്നു, 50-ൽ നിന്ന് 5 കുറവാണ് എങ്കിൽ 45 പേരാണെങ്കിൽ അങ്ങ് ആ ദേശത്തെ തകർക്കുമോ? കർത്താവ് പറയുന്നു, 45 പേരുണ്ടെങ്കിലും ഞാൻ ദേശത്തെ തകർക്കുകയില്ല. അബ്രാഹാം പറയുന്നു, അങ്ങയോട് ഞാൻ ഇപ്രകാരമൊക്കെ സംസാരിക്കുവാൻ തുനിഞ്ഞു പോയല്ലോ, എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, 40 പേരാണെങ്കിലോ? കർത്താവ് പറയുന്നു, 40 പേരെങ്കിലും ഞാൻ നശിപ്പിക്കത്തില്ല. ഒടുവിൽ അത് 30-ആയി, 20-ആയി, 10-ആയി. നമുക്കറിയാം ആ കഥകള്. 10 പേരെങ്കിലും ഉണ്ട് എങ്കിൽ ആ ദേശത്തെ നശിപ്പിക്കുമോ? കർത്താവ് പറയുന്നു, 10 നീതിമാന്മാരെയെങ്കിലും കിട്ടിയാൽ ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കാം. നോക്ക് പ്രിയപ്പെട്ടവരെ, ഒരു ദേശത്തെ നശിപ്പിക്കുവാനായിട്ട് സർവശക്തനായ ദൈവം ഓരോ മനുഷ്യന്റെയും ഹൃദയ വികാര വിചാരങ്ങളെ വ്യക്തമായി കണ്ടിട്ട്, ആ ദേശത്തിന്റെ എല്ലാ അതിക്രമങ്ങളും അനർത്ഥങ്ങളും കണ്ടിട്ട്, ആ ദേശത്തിലെ എല്ലാ പാപകരമായ അവസ്ഥകളും കണ്ടിട്ട് വ്യക്തതയോടുകൂടി ആ ദേശത്തെ നശിപ്പിക്കുവാനായിട്ട് ദൈവം തന്നെ നേരിട്ട് സോദോം ഗോമോറ ദേശത്ത് എത്തിയപ്പോൾ പൊടിയും ചാരവുമായ ഒരു മനുഷ്യൻ തമ്പുരാന്റെ മുൻപില് അവൻ വിശ്വസ്തയോടും പ്രാർത്ഥനയോടും എളിമയോടും കൂടി ദൈവത്തെ പ്രസാദിപ്പിച്ചിട്ട് ചോദിക്കുകയാണ്, 50 പേരെങ്കിലും നശിപ്പിക്കാതിരിക്കാമോ? 40 പേരെങ്കിലും നശിപ്പിക്കാതിരിക്കാമോ? 30, 20, 10 എങ്കിലും നശിപ്പിക്കാതിരിക്കാമോ? സർവശക്തനായ ദൈവം ഒരു ഭക്തന്റെ ചോദ്യത്തിന് മുന്നിൽ വിട്ടുവീഴ്ച ചെയ്ത് നശിപ്പിക്കുവാനായിട്ട് കടന്നു വന്ന ദൈവം ഈ എളിയ ദാസന്റെ ഓരോ കാര്യങ്ങളെയും പൂർണ്ണമായിട്ടും സമ്മതിച്ച് 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തകർക്കുകയില്ല, ആ ദേശത്ത് ഞാൻ പൂർണ്ണമായിട്ടും നാമാവിശേഷമാക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ തീരുമാനിച്ചുറച്ചു വന്ന ദൈവത്തിന്റെ തീരുമാനത്തെ ഒരു ഭക്തന്റെ പ്രസാദകരമായ ചോദ്യത്തിന് മുന്നിൽ ദൈവം മാറ്റി എഴുതിക്കൊണ്ട് ഒടുവിൽ 10 പേരിലേക്കെങ്കിലും ഉണ്ട് എങ്കിൽ ആ ദേശത്തെ ഞാൻ നശിപ്പിക്കാതെ ആ ദേശത്തെ ഞാൻ സംരക്ഷിക്കാമെന്നുള്ള വലിയ വാക്ക് കൊടുക്കുന്ന ഒരു ദൈവം. ഒന്ന് ചേർന്ന് പറഞ്ഞ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. വീണ്ടും നമ്മൾ വചനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ 2 രാജാക്കന്മാര് 20-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 2 രാജാക്കള് 20-ാം അധ്യായത്തിൽ നമുക്കറിയാം, ഹെസക്കിയ രാജാവിന്റെ മുൻപിലേക്ക് ആമോസിന്റെ പുത്രൻ യേശയ്യ പ്രവാചകന്റെ കടന്നുവരവ്. ഹെസക്കിയ രാജാവിന് രോഗം ബാധിച്ച് അദ്ദേഹം
വളരെ ദീന അവസ്ഥയിലായിരിക്കുമ്പോൾ ആമോസിന്റെ പുത്രൻ ഏശയ്യാ പ്രവാചകൻ അവിടെ കടന്നു വരികയാണ്. ഏശയ്യാ പ്രവാചകൻ കടന്നു വന്നത് ഹെസക്കിയ രാജാവിനോട് വലിയൊരു ദൂത് പറയുവാനായിട്ടാണ്. ദൈവം സന്ദേശം കൊടുത്തു, നീ നിന്റെ വീട്ടുകാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തുക. നിന്റെ വീട്ടുകാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ? എന്തെന്നാൽ നീ മരിക്കും. നിന്റെ ഈ അസുഖം ഒരിക്കലും സുഖം പ്രാപിക്കുകയില്ല. നിന്റെ ഈ രോഗത്തിൽ നിന്ന് നിനക്ക് വിടുതൽ കിട്ടുകയില്ല. നിന്റെ ഈ രോഗത്തോടുകൂടി നീ ഉടനെ തന്നെ മരിക്കും. മരിക്കുന്നതിന് മുൻപായിട്ട് നിന്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നീ ക്രമീകരിച്ചു കൊള്ളുക. ദൈവം സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ദൈവം മുൻകൂട്ടി അവിടെ അരുളപ്പാട് കൊടുക്കുകയാണ്. നിന്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും, ഭാര്യ, കുഞ്ഞുങ്ങൾ, സമ്പത്ത് കാര്യങ്ങളെല്ലാം നീ ക്രമീകരിക്കുക. കാരണം നിന്റെ ഈ രോഗം സുഖപ്പെടുകയില്ല. ഈ രോഗത്തോടുകൂടി നീ മരിക്കുവാനായിട്ട് പോവുകയാണ്. ഏതാനും വളരെ ചുരുങ്ങിയ നാളുകൾ കൂടി നിനക്കുള്ളൂ. നീ മരണത്തോട് അടുത്തടുത്തടുത്തു വരുന്നു. അതുകൊണ്ട് മരണത്തിന് മുൻപായിട്ട് നിന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നീ ക്രമീകരിച്ചു കൊള്ളുക. ഈ സന്ദേശം പറയുവാനായിട്ട് ഏശയ്യാ പ്രവാചകൻ ഹെസക്കിയ രാജാവിന്റെ മുൻപിലേക്ക് കടന്നു വരികയാണ്. ഈ സന്ദേശം കേട്ടപ്പോൾ ഹെസക്കിയ രാജാവിന് ഭയങ്കര സങ്കടമായി. അവൻ ചുവരിലേക്ക് മുഖം തിരിച്ച് അവൻ വാവിട്ട് കരഞ്ഞു കർത്താവിന്റെ മുൻപിൽ. കർത്താവേ, ഞാൻ എത്ര വിശ്വസ്തനായും ആത്മാർത്ഥമായുമാണ് അങ്ങയുടെ മുൻപിൽ നന്മ പ്രവർത്തിച്ചത് എന്ന് അങ്ങ് ഓർക്കണമേ. പിന്നെ അവൻ ദുഃഖത്തോടെ വാവിട്ട് മുറവിളിയിട്ട് കരഞ്ഞുവെന്നാണ് 2 രാജാക്കന്മാർ 20-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം നമ്മെ പഠിപ്പിക്കുക. അവിടെ ഒരു കാര്യം ചിന്തിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. തന്റെ ജീവിതത്തിൽ ചെയ്ത നന്മകള്, തന്റെ ജീവിതത്തിൽ കർത്താവിന്റെ മുൻപിൽ ചെയ്ത വിശ്വസ്തത അവിടെ ഹെസക്കിയ രാജാവ് ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുക. 3-ാം വാക്യം ഇപ്രകാരം പറയുന്നു, ഞാൻ എത്ര വിശ്വസ്തനായിട്ട് അങ്ങയുടെ മുൻപിൽ പെരുമാറി, ഞാൻ എത്ര ആത്മാർത്ഥമായിട്ട് അങ്ങ് ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തു, അങ്ങയുടെ മുൻപിൽ ഞാൻ എത്രയധികം നന്മകൾ ചെയ്തു, വിശ്വസ്തയോടെ ഞാൻ പെരുമാറി. ഇതെല്ലാം അവൻ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും ഇങ്ങനെ പറയുവാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവേ, നിന്റെ മുൻപില് വിശുദ്ധിയോടെ ജീവിച്ചില്ലേ, വിശ്വസ്തയോടെ ജീവിച്ചില്ലേ, നിനക്ക് വേണ്ടി ഞാൻ ഈ ദേശത്ത് മുഴുവൻ ഓടിയില്ലേ, നിനക്ക് വേണ്ടി ഞാൻ എന്റെ കുടുംബത്തില് വിശ്വസ്തനായി, വിശ്വസ്ത ഭർത്താവായി, വിശ്വസ്ത ഭാര്യയായി, വിശ്വസ്ത കുഞ്ഞുങ്ങളായിട്ട് ജീവിച്ചില്ലേ? ഇതെല്ലാം പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോ അതിന് മറുപടി ഉണ്ട് പ്രിയപ്പെട്ടവരെ. കാരണം വചനം പറയുന്നു, എന്റെ നാമത്തിൽ നീ ചെയ്യുമ്പോൾ അതിന് പ്രതിഫലമുണ്ട്. നമുക്ക് മുന്നോട്ട് പോകാം. അവിടെ ഹെസക്കിയ രാജാവ് വാവിട്ട് കരയുകയാണ്, കർത്താവേ, ഈ മകനോട് കരുണയുണ്ടാകണമേ എന്നെല്ലാം പറഞ്ഞ്. അവിടെ ദൈവമെടുത്ത ശക്തമായ ഒരു തീരുമാനം. ഈ രോഗത്തോടുകൂടി ഹെസക്കിയായുടെ ജീവിതം അവസാനിക്കുന്നു. ഈ രോഗം പൂർണ്ണമായിട്ടും അവന്റെ ജീവിതത്തെ തീർത്ത് കളയുവാനുള്ളതാണ്, എന്നും മോചനമില്ല എന്ന് ദൈവം തീരുമാനിച്ചുറച്ച് ഏശയ്യാ പ്രവാചകൻ വഴി അവിടെ അരുളി ചെയ്തിട്ട് ദൈവത്തിന്റെ തീരുമാനത്തിന് വലിയ ഒരു മാറ്റമുണ്ടായി. അവിടെ 5-ാം വാക്യം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു, ഞാൻ നിന്റെ കണ്ണുനീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. ഞാൻ നിന്റെ ആയുസ് 15 വർഷം കൂടി നീട്ടിത്തരും. ഹല്ലേലൂയ. മരണത്തിന്റെ വക്കില് രോഗാവസ്ഥയിൽ നിന്നും വിടുതലില്ല, നീ മരിക്കും ഈ രോഗത്തോടു കൂടി എന്നെല്ലാം പറഞ്ഞ പ്രവാചകനിലൂടെ പ്രവാചക ശബ്ദം അവിടെ അരുളി ചെയ്ത അതേ കർത്താവ് തന്നെ തന്റെ തീരുമാനങ്ങൾ മാറ്റി, തന്റെ മനസ്സ് മാറ്റി, ദൈവത്തിന്റെ തീരുമാനത്തിന്മേല് ഈ ഒരു ദാസന്റെ കണ്ണുനീർ കണങ്ങളും അവന്റെ ഹൃദയത്തിന്റെ നെടുവീർപ്പുകളും ഒരു മറുപടിയായിട്ട് ദൈവം പറയുന്നു, ഞാൻ എന്റെ തീരുമാനം മാറ്റുന്നു. നിന്റെ കണ്ണുനീർ ഞാനിതാ കണ്ടിരിക്കുന്നു, നിന്റെ പ്രാർത്ഥന ഞാനിതാ കേട്ടിരിക്കുന്നു. നിന്നെ ഞാൻ സുഖപ്പെടുത്തുവാനായിട്ട് പോവുകയാ. ഞാൻ നിന്റെ ആയുസ്
15 വർഷം കൂടി നീട്ടിത്തരുവാനായിട്ട് തീരുമാനമെടുക്കുകയാണ്. അവിടെ 11-ാം വാക്യത്തില് യെശയ്യാ പ്രവാചകൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുകയാണ്, ദൈവമേ എങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? അവിടുന്ന് ആഹാസിന്റെ സൂര്യ ഘടികാരത്തിന്റെ നിഴലിനെ 10 അടി പിന്നിലേക്കു മാറ്റിയെന്ന് വചനം പറയുന്നു. വ്യക്തമായ ഒരു അടയാളം കൊടുക്കുക രാജാവിന് അവിടെ. ഞാൻ തന്ന വാഗ്ദാനം ഞാൻ പാലിക്കും. സൂര്യ ഘടികാരത്തിന്റെ നിഴലിനെ 10 അടി അവൻ പിന്നിലേക്ക് മാറ്റിക്കൊണ്ട് വ്യക്തമായ അടയാളം കൂടി കൊടുത്തു. ഈ 3 സംഭവങ്ങൾ മാത്രം ഞാൻ ഇവിടെ വിവരിക്കുവാനായിട്ട് ശ്രമിച്ചതു ഒരേ ഒരു കാരണം കൊണ്ടാണ്. ദൈവം ഒരു വലിയ തീരുമാനമെടുത്തു. സർവശക്തനായ ദൈവം, സകലത്തിന്റെയും ഉടയവനായ ദൈവം, അണ്ടചരാചരങ്ങളെ സൃഷ്ടിച്ചവയെ കാത്തു പരിപാലിക്കുന്ന ദൈവം, ഇന്നലെയും ഇന്നും നാളെയും അറിയാവുന്ന ദൈവം, ആലോചിച്ചുറച്ച് നാളുകളിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഒരു വേള പോലും തെറ്റുപറ്റില്ലാത്ത ദൈവം എടുത്ത 3 തീരുമാനങ്ങൾ തന്റെ ഭക്തരുടെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ തീരുമാനങ്ങൾ മാറ്റപ്പെട്ടു. ദൈവം തന്റെ മനസ്സ് മാറ്റി. അവിടെ ദൈവം തന്റെ നടത്തുവാൻ പോകുന്ന പ്രവൃത്തികളെ മാറ്റി എഴുതിക്കൊണ്ട് ഒരു പുതിയ അധ്യായം അവിടെ തുറന്ന് ഒരു പുതിയ മേഖലകൾ അവിടെയെല്ലാം തുറന്നു കൊടുത്തതായിട്ട് ഈ 3 സംഭവങ്ങൾ നമുക്ക് മുന്നിൽ വിവരിക്കുന്നു. ഇനിയൊന്ന് ചിന്തിച്ച് പ്രിയ സഹോദര സഹോദരി, ആദ്യം നമ്മളൊരു കാര്യം കണ്ടു. തമാശക്കെങ്കിലും നാം പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം വിധിയാണ്. വിധിയെ തടുക്കുവാൻ ആർക്ക് കഴിയും? ദൈവം തീരുമാനിച്ചുറച്ചത് മാറ്റുവാൻ ആർക്ക് കഴിയും? ഒരു വ്യക്തി ജനിക്കുമ്പോ ഒരു 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 വരയുണ്ട്, ആ വരയെ മാറ്റുവാനായിട്ട് ആർക്ക് പറ്റും എന്നൊക്കെ ചിന്തിക്കുന്ന നമ്മുടെ മുൻപിലേക്ക് ഈ സംഭവങ്ങൾ വചനം പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വലിയ കാര്യം നമ്മെ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഏതു വിധിയാവട്ടെ, ദൈവത്തിന്റെ പദ്ധതിയാകട്ടെ, ദുഷ്ടന്റെ പദ്ധതിയാകട്ടെ, ലോകത്തിന്റെ പദ്ധതിയാകട്ടെ, പ്രാർത്ഥനയിലൂടെ അവയ്ക്കെല്ലാം മേലെ വലിയ വ്യതിയാനങ്ങൾ വരുത്തുവാനായിട്ട് ഒരു വലിയ പ്രാർത്ഥനയുടെ ശക്തിയുടെ അത്യുജ്വലമായ ഒരു അവസ്ഥയെ കുറിച്ച് ഇവയെല്ലാം രേഖപ്പെടുത്തുക. ഇവരെല്ലാവരും എളിമയോടെ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, ചാരം പൂശി പ്രാർത്ഥിച്ചപ്പോൾ, അനുതപിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, കണ്ണുനീർ പൊഴിച്ച് പ്രാർത്ഥിച്ചപ്പോൾ വിധിയെപ്പോലും മാറ്റി എഴുതുവാൻ അവർക്ക് കഴിഞ്ഞു. ദൈവത്തിന്റെ തീരുമാനങ്ങളെ പോലും മാറ്റി എഴുതുവാൻ അവർക്ക് കഴിഞ്ഞു. എന്താണ് പ്രിയപ്പെട്ടവർ ഇതിന്റെയൊക്കെ ഒരു അർത്ഥം? അതാ നമ്മൾ ആദ്യം വായിച്ചു. ലൂക്കാ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച്, അനുതപിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകും. അതാ ലൂക്കാ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു വ്യക്തി അനുതപിച്ച് പാപങ്ങളെ വെറുത്തുപേക്ഷിച്ച് അവൻ തമ്പുരാന്റെ മുൻപിൽ നിലവിളിക്കുവാനും പ്രാർത്ഥിക്കുവാനും തമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ജീവിതത്തെ സമർപ്പിച്ചവൻ ഒരു പുതിയ ജീവിതം തുടങ്ങുവാൻ ആരംഭിച്ചാൽ സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന സമയമാണത് പ്രിയപ്പെട്ടവരെ. സ്വർഗം എന്ന് പറയുമ്പോ ദൈവത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ത്രിത്വമുണ്ട് അവിടെ, സകല വിശുദ്ധരുണ്ട്, സകല മാലാഖാവൃന്ദങ്ങളുണ്ട്, കോടാനുകോടി വിശുദ്ധരുണ്ട്. ഈ ഒരു വലിയ ജനസമൂഹത്തിന്റെ മുൻപിൽ വലിയ സന്തോഷമുണ്ടാകും. ഒരു പാപിയുടെ മാനസാന്തരം, ഒരു പാപി പശ്ചാത്തപിച്ച് തന്റെ തമ്പുരാന്റെ പക്കലേക്ക്, പിതാവിന്റെ പക്കലേക്ക് മടങ്ങി വരുവാൻ തയ്യാറാകുമ്പോ കോടാനുകോടി മക്കളുള്ള ആ സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകും. നോക്ക് പ്രിയപ്പെട്ടവരെ, ഒരു പാപിയുടെ മാനസാന്തരത്തിന്റെ വില എത്രയെന്ന്. ഒരു വ്യക്തി പാപത്തെ വെറുത്തുപേക്ഷിച്ച് വിശുദ്ധമായി ജീവിക്കുവാനായിട്ടൊരു തീരുമാനമെടുക്കുന്നതിന്റെ വലിയ മഹത്വം വചനം എപ്രകാരമാ പ്രിയപ്പെട്ടവരെ നമ്മെ പഠിപ്പിച്ചിരിക്കുക. ഇതിന്റെ വെളിച്ചത്തിലാണ് ഈ 3 സംഭവങ്ങളിലും ആ വ്യക്തികള്, ആ
ദേശം അല്ലെങ്കിൽ ആ വ്യക്തി അവൻ അനുദപിച്ച് കർത്താവിനെ വിളിച്ച് കരഞ്ഞപേക്ഷിച്ചപ്പോൾ, ദൈവസന്നിധിയിൽ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിച്ചപ്പോ ദൈവം സന്തോഷിച്ചു, സ്വർഗം സന്തോഷിച്ചു. സ്വർഗം സന്തോഷിച്ചപ്പോ സ്വർഗത്തിന്റെ തീരുമാനങ്ങൾ പോലും മാറ്റിക്കൊണ്ട് ആ അനുദപിച്ച പാപിയെ ഇരുകരങ്ങളിലും സ്വീകരിക്കുവാനായിട്ട് സ്വർഗം തിരുമനസ്സായി. ഒന്ന് ചേർന്ന് പറയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എപ്രകാരം പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു കൊച്ചു കാര്യം മാത്രം പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. ലൂക്കാ സുവിശേഷത്തിന്റെ 18-ാം അധ്യായത്തില് നീതിരഹിതനായ ഒരു ന്യായാധിപനെ കുറിച്ച് അവിടെ വചനം പഠിപ്പിക്കുന്നുണ്ട്. 5-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ഒരു വിധവ തനിക്ക് നീതി നടത്തി കിട്ടുവാനായിട്ട് പല പ്രാവശ്യം ഒരു ന്യായാധിപന്റെ സന്നിധിയിൽ കടന്നു വരുന്നു. നീതിരഹിതനായ ന്യായാധിപൻ ആദ്യ സമയങ്ങളിലെല്ലാം ആ വിധവയെ പൂർണ്ണമായിട്ടും അവഗണിച്ച് വിട്ടു. പല പ്രാവശ്യം ആ വിധവ ആ നീതി ന്യായാധിപന്റെ പടിക്കൽ കടന്നു ചെന്നു. അവിടെ 5-ാം വാക്യം ഇപ്രകാരമാ പറയുക, ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. ആ വിധവ ശല്യപ്പെടുത്തുമാറ് എല്ലാ ദിവസവും പല പ്രാവശ്യം ആ ന്യായാധിപന്റെ അടുക്കൽ ചെന്ന് തന്റെ ആവശ്യം പറഞ്ഞു ചെല്ലുന്നത് കൊണ്ട് ശല്യം ഒഴിവായി പോകട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് നീതിരഹിതനായ ആ ന്യായാധിപൻ ആ വിധവയ്ക്ക് നീതി നടത്തി കൊടുത്തു എന്ന് വചനം പഠിപ്പിച്ചിട്ട് 6-ാം വാക്യത്തില് തമ്പുരാൻ ഇപ്രകാരം പറയുന്നു. 6-ാം വാക്യം, ലൂക്കാ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഇപ്രകാരം വചനം പറയുന്നു, കർത്താവ് പറഞ്ഞു, നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞതെന്തെന്ന് ശ്രദ്ധിച്ചു കേൾക്കുവിൻ. എന്താ ന്യായാധിപൻ പറഞ്ഞത്? ശല്യം സഹിക്കാത്തത് കൊണ്ട്, എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ നീതിരഹിതനാണ് എങ്കിലും ആ വിധവയ്ക്ക് ഞാൻ നീതി നടത്തി കൊടുക്കുന്നു. അവിടെ വചനം പറഞ്ഞു, അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവം ചോദിക്കുന്ന ഒരു വലിയ ചോദ്യം. നീതിരഹിതനായ ന്യായാധിപന്റെ സന്നിധിയില് ശല്യമായി മാറിയപ്പോൾ അവൻ നീതി നടത്തി കൊടുത്തുവെങ്കില് തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത ഗണമായ നാം ഓരോരുത്തരും തമ്പുരാന്റെ മുൻപിൽ കാലവിളംബം വെക്കാതെ, സമയത്തിന്റെ പരിമിതികൾ വെക്കാതെ, നിരാശ വെക്കാതെ, പ്രത്യാശ കൈവിടാതെ നിരന്തരം പ്രാർത്ഥിക്കുന്നു എങ്കിൽ അവിടുന്ന് തനിന്റെ ഈ മക്കൾക്ക് അനുഗ്രഹം കൊടുക്കുവാൻ, നീതി നടത്തി കൊടുക്കുവാൻ കാലവിളംബം വരുത്തുമോ? ഇതാണ് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയുടെ ഒരു വലിയ മൂലക്കല്ല് എന്ന് പറയുന്നത്. 1 പ്രാർത്ഥിച്ചു, 2 പ്രാർത്ഥിച്ചു, ഞാൻ അതിന് യോഗ്യനല്ലാതിരിക്കും, അല്ലെങ്കിൽ ദൈവം ഇപ്പൊ എനിക്ക് തരാൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കും എന്നെല്ലാം പറഞ്ഞ് മനസ്സ് മടിച്ച് മാറി നിൽക്കരുത് പ്രിയപ്പെട്ടവരെ. ഒരാവശ്യവുമായിട്ട് തമ്പുരാന്റെ സന്നിധിയിൽ നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഉത്തരം കിട്ടുന്നത് വരെ മനസ്സ് മടിക്കാതെ പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിന്റെ സ്വരം കേൾക്കുന്നത് വരെ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് വരെ, ദൈവം ആ വിഷയത്തിന് മേൽ മറുപടി തരുന്നത് വരെ ഈ വിധവയായ സ്ത്രീ ചെന്ന് ശല്യപ്പെടുത്തിയതുപോലെ ദൈവത്തിന്റെ മുൻപിൽ നമ്മുടെ പ്രാർത്ഥന ഒരു ശല്യമായിട്ട് മാറണം. ദൈവത്തിന്റെ മുൻപിൽ നമ്മുടെ സ്വരം ഒരു ശല്യമായിട്ട് മാറണം. തമ്പുരാൻ തന്റെ മക്കളുടെ സ്വരം ഒരിക്കലും ശല്യമല്ല പ്രിയപ്പെട്ടവരെ. ശല്യം എന്ന വാക്കുകൊണ്ട് തമ്പുരാൻ ഉദ്ദേശിച്ചത് തമ്പുരാനെ പോലും എപ്പോഴും ഓർമ്മപ്പെടുത്തുമാറ് നമ്മുടെ പ്രാർത്ഥന തമ്പുരാന്റെ മുൻപിൽ എപ്പോഴും എത്തിക്കൊണ്ടിരിക്കണം. ഒരു പ്രശസ്തനായ ദൈവദാസൻ, യുകയിലൊക്കെ ധ്യാനിപ്പിക്കാൻ ദൈവദാസൻ ഒരിക്കൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അദ്ദേഹം സുവിശേഷ വേല വലിയ തലങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. അദ്ദേഹം തമ്പുരാന്റെ മുൻപിൽ പോയിട്ട് അദ്ദേഹം കർത്താവിന് വേണ്ടി ദൈവവേലയ്ക്ക് വേണ്ടിയൊക്കെ തീരുമാനമൊക്കെ എടുത്തുവെങ്കിലും അധികം സുവിശേഷ വേല കിട്ടുന്നില്ല, ആരും അധികം പ്രാർത്ഥിക്കാനൊന്നും വിളിക്കുന്നില്ല, അഭിഷേകമൊന്നും അധികം കയറുന്നില്ല. അപ്പോൾ അദ്ദേഹം തമ്പുരാന്റെ മുൻപിൽ പോയിട്ട് എപ്പോഴും പ്രാർത്ഥിക്കും, തമ്പുരാനെ, I will not give you rest until you use me in a mighty way. നീ എന്നെ
ശുദ്ധമായ ഒരു വഴിയിലൂടെ എന്നെ ഉപയോഗിക്കുന്നത് വരെ നിനക്ക് ഞാൻ സ്വസ്ഥത തരത്തില്ല കർത്താവേ. കർത്താവിന്റെ മുൻപിൽ ഇങ്ങനെ പിടിവാശി പിടിക്കാൻ പറ്റണം പ്രിയപ്പെട്ടവരെ. ഇന്ന് ആ ദേവദാസനെ കർത്താവ് എടുത്ത് ലോക രാജ്യങ്ങളിലൂടെ അയക്കുകയാ തമ്പുരാന്റെ വചനത്തിനു വേണ്ടി. ഇതുപോലെ ഒരു ആവശ്യവുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ നമുക്കും പറയാൻ പറ്റണം പ്രിയപ്പെട്ടവരെ, എന്റെ ഈ ആവശ്യം നടത്തി തരാതെ, എന്റെ ഈ പ്രാർത്ഥന നീ കേൾക്കാതെ നിനക്ക് ഞാൻ സ്വസ്ഥത തരില്ല കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം അവന്റെ മുൻപിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് പറ്റണം പ്രിയപ്പെട്ടവരെ. ഒരു കാര്യം കൂടി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പലപ്പോഴും ഇപ്രകാരം തമ്പുരാന്റെ മുൻപിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പിശാചിട്ട് തരുന്ന ഒരു ചിന്തയുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവം കേൾക്കുമോ? ദൈവം പ്രാർത്ഥന കേൾക്കുവാനും ദൈവം മറുപടി കൊടുക്കുവാനും ഒക്കെ ആയിട്ട് ഏതാനും ചില വ്യക്തികളെ തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയിരിക്കുകയാണോ? ചില വരങ്ങളുള്ള കൃപകളുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളുള്ള വ്യക്തികളായിരിക്കാം. ഇങ്ങനെ ഏതാനും വ്യക്തികൾ പ്രാർത്ഥിച്ചാൽ മാത്രമാണോ ദൈവം പ്രാർത്ഥന കേൾക്കത്തുള്ളൂ? അതോ ഈ പാപിയായ ഞാൻ, ഈ എളിവനായ ഞാൻ, വരങ്ങളും കൃപകളും ഒന്നുമില്ലാത്ത ഞാൻ പ്രാർത്ഥിച്ചാലും എന്റെ തമ്പുരാൻ പ്രാർത്ഥന കേൾക്കുമ്പോൾ പിശാച് കൊണ്ടിടും, നീ പ്രാർത്ഥിച്ചാൽ ഉത്തരം കേൾക്കത്തില്ല, നിനക്ക് കൃപ വേണമെങ്കിൽ നീ അവിടെ ചെല്ല്, ഇവിടെ ചെല്ല്, അല്ലെങ്കിൽ ആ വ്യക്തിയെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക, നീ പ്രാർത്ഥിച്ചാൽ തമ്പുരാൻ കേൾക്കത്തില്ല എന്നുള്ള ഒരു തിന്മയുടെ സ്വാധീനം പലപ്പോഴും നമ്മുടെ ചിന്താ മണ്ഡലത്തിൽ ചിലപ്പോഴെങ്കിലും ഭരണം ഏറ്റെടുത്തിട്ടുണ്ടാകും പ്രിയപ്പെട്ടവരെ. വചനത്തിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഒരു സാക്ഷ്യം പറയട്ടെ. ഡിവൈൻ ധ്യാന കേന്ദ്രത്തില് ഒരു ധനികയായ സ്ത്രീ ഒരു പിഞ്ചു കുഞ്ഞിനെയുമായിട്ട് ഒരിക്കല് ഒരു സാക്ഷ്യം പറയുവാനായിട്ട് കടന്നു വന്നു. ആ സ്ത്രീ ഇപ്രകാരം പറഞ്ഞു. അവൾ ധനാഢ്യയാണ്, ധാരാളം പണമുണ്ട് അവളുടെ ഭവനത്തില്. വിവാഹമൊക്കെ കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾ മുന്നോട്ട് പോയിട്ടും അവളുടെ ജീവിതത്തില് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ അവൾക്ക് പറ്റുന്നില്ല. എല്ലാവിധ വൈദ്യശാസ്ത്രങ്ങളും അവർ പരീക്ഷിച്ചു. വിദേശങ്ങളിൽ പോയി എല്ലാം അവർ വൈദ്യശാസ്ത്രത്തിന്റെ എല്ലാവിധ സഹായങ്ങളും അവർ ശ്രമിച്ചു, എല്ലാവിധ വഴികളും പരിശ്രമിച്ചു. ഒരു വഴി പോലും അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറിയില്ല. വർഷങ്ങൾ പിന്നിട്ടപ്പോഴേക്കും ഇവരുടെ ജീവിതത്തിൽ വലിയ നിരാശയായി. കുടുംബ ജീവിതത്തിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാനായിട്ട് ഞങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ എന്നോർത്തപ്പോൾ ഒരിക്കൽ ഒരു ദിവസം ഈ സ്ത്രീ തന്റെ കാറും ഓടിച്ച് വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ, കുറെ ദൂരം ഒരു വിജനമായ സ്ഥലത്തു കൂടിയൊക്കെ മുന്നോട്ട് പോയപ്പോൾ പെട്ടെന്ന് അവൾ വഴിയോരത്തുള്ള ഒരു കാഴ്ച ശ്രദ്ധിച്ചു. വഴി അരികിലിരുന്ന് ഒരു എച്ചിൽ കൂമ്പാരത്തിന്റെ ചേർന്നിരുന്ന് ഒരു ഭിക്ഷാടകൻ, അവൻ അവിടെ കൊണ്ടിട്ടിരിക്കുന്ന എച്ചിലുകള്, അതല്ലെങ്കിൽ ഭക്ഷണപ്പൊതിയിൽ അവശേഷിക്കുന്ന കുറച്ച് ഭക്ഷണങ്ങള്, അവനതെല്ലാം ശേഖരിച്ച് തന്റെ പാത്രത്തിലേക്ക് വിളമ്പിയിട്ട് അവനത് സന്തോഷത്തോടു കൂടി കഴിക്കുകയാണ്. എച്ചിലാണ് കഴിക്കുന്നതെങ്കിലും മറ്റുള്ളവർ കഴിച്ചതിന്റെ ബാക്കിയാണ് കഴിക്കുന്നതെങ്കിലും അവന് പരിഭവങ്ങളോ പരാതികളോ ഒന്നുമില്ല. കിട്ടിയതിൽ അവൻ വളരെ സന്തോഷവാനായിട്ട് വളരെ സന്തോഷത്തോടുകൂടി അവൻ ആ ഭക്ഷണം കഴിക്കുക, ദൈവത്തിന് നന്ദി പറയുക, ഇതെനിക്ക് കിട്ടിയ എന്റെ വിശപ്പടക്കുവാൻ നീ വഴി ഒരുക്കിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. ഈ സ്ത്രീ പറയുകയാണ്, അറിയാതെ എന്റെ കാൽ ബ്രേക്കിൽ അമർന്നു. കാറ് പെട്ടെന്ന് നിർത്തിയിട്ട് അവൾ ആ എച്ചിൽ കഴിക്കുന്ന വ്യക്തിയെ സൂക്ഷിച്ചു നോക്കി. ആ ഭിക്ഷാടകൻ സന്തോഷത്തോടു കൂടി അത് കഴിക്കുന്നത് കണ്ടപ്പോ ഈ സ്ത്രീ പറഞ്ഞു, ഞാൻ യാന്ത്രികമായിട്ട് എന്റെ ഡോർ തുറന്ന് ആ ഭിക്ഷാടകന്റെ അടുത്തേക്ക് ഞാൻ കടന്നു ചെന്നു. അവൾ വളരെ യാന്ത്രികമായിട്ട് തന്നെ ഭിക്ഷാടകന്റെ അരികിൽ പോയിരുന്നു. അവൻ സന്തോഷത്തോടുകൂടി കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ എച്ചിലിൽ ഇവൾ ഒരു പിടി ചോറ് വാരുവാനായിട്ട് കരം നീട്ടി. വളരെ മൂടിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് സ്വർണ്ണാഭരണങ്ങൾ ധരിച്ച് കാറിൽ വന്നിറങ്ങിയ ഒരു ധനാഢ്യയായ സ്ത്രീ തന്റെ എച്ചിൽ പാത്രത്തിൽ കൈയിട്ട് ഒരു പിടി ചോറെടുത്ത് കയ്യിൽ പിടിച്ചപ്പോ ഈ ഭിക്ഷാടകന് ഒന്നും മനസ്സിലായില്ല. ഇവൻ ചിന്തിച്ചു, എന്താണിത്, എന്താണ് ഈ സ്ത്രീക്ക് പറ്റിയത്, ഇവൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? ഒരു തമിഴ് ചൊവ കലർന്ന ആ ഭിക്ഷാടകൻ ചോദിച്ചു, അമ്മ ഉങ്ങൾക്ക് എന്ത് പറ്റി അമ്മ, നീ എന്നായി ചെയ്യണേ? ആ സ്ത്രീ പറഞ്ഞു, ഹേ മനുഷ്യ, നിന്റെ ജീവിതത്തിൽ മറ്റു പലതുമില്ലായിരിക്കാം, പക്ഷെ നിന്റെ ജീവിതത്തിൽ ഒന്നുണ്ട്, നിനക്ക് സംതൃപ്തിയുണ്ട്, സന്തോഷമുണ്ട്. എന്റെ ജീവിതത്തിൽ മറ്റു പലതും ഉണ്ടായിരിക്കാം, എന്നാൽ എന്റെ ജീവിതത്തിൽ
ഇല്ലാത്ത ഒന്ന് വലിയ കാര്യമുണ്ട്, സന്തോഷമില്ല, സംതൃപ്തിയില്ല. ആ ഭിക്ഷാടകൻ ചോദിച്ചു, അമ്മ എന്താ എന്താ നിന്റെ സങ്കടത്തിന് കാരണം? അവൾ പറഞ്ഞു, എനിക്കൊരു കുഞ്ഞില്ല. വർഷങ്ങൾ കഴിഞ്ഞു. എല്ലാ വൈദ്യശാസ്ത്രവും എന്നെ കൈവിട്ടു, എന്റെ ദൈവം എന്നെ കൈവിട്ടു എന്ന് തോന്നുന്നു. എനിക്ക് ഒരു കുഞ്ഞില്ല. എന്റെ ജീവിതം ഇന്ന് ഫലരഹിതമാണ്. പ്രിയപ്പെട്ടവരെ, ആ ഭിക്ഷാടകൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കൈകളിൽ മുഴുവൻ, അവന്റെ കൈകളില് സാമ്പാറിന്റെയും ചോറുവറ്റുകളും എല്ലാം ഇരിക്കുന്ന ആ കരമം അവൻ ഉടനെ സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ട് അവന് വലിയ ഭാഷാ പാണ്ഡിത്യമോ ഭാഷാ വരങ്ങളോ ഒന്നുമില്ല. അവൻ അറിയാവുന്ന കൊച്ചു ഭാഷയുടെ തമിഴ് ചൊവയുള്ള കൊച്ചു ഭാഷയിൽ ഇപ്രകാരം പ്രാർത്ഥിച്ചു, അമ്മ இந்த மாப்பிள்ளைக்கு குழந்தைய கொடுப்பா, ഈ അമ്മാവക്ക് കുഴന്തയില്ലപ്പ, കുഴന്തയെ കൊടുപ്പാ എന്ന് കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് അവൻ വിശ്വസിക്കുന്ന അവന്റെ സ്വർഗത്തിലെ പിതാവിനെ നോക്കിക്കൊണ്ട് അവൻ ഉറക്കെ പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് ആ സ്ത്രീ പറയുകയാ, അവന്റെ പ്രാർത്ഥന കഴിഞ്ഞപ്പോ ഒരു മറുപടിയും പറയാതെ അവൾ ആ ചോറും അവിടെ ഇട്ടിട്ട് അവൾ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അവൾ പിന്നീട് സാക്ഷ്യമായിട്ട് പറഞ്ഞു, ഒരു ഭിക്ഷാടകന്റെ പൂർണ്ണ സമർപ്പണത്തോടെയുള്ള ഒരേ ഒരു പ്രാർത്ഥന, എന്റെ അപ്പ ഇന്ത അമ്മാവക്ക് കുഴന്തയില്ലപ്പ, കുഴന്തയെ കൊടപ്പ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി തന്നു. പിറ്റേ മാസം അവളുടെ ഉദരത്തിൽ ഒരു വൈദ്യശാസ്ത്രത്തിന്റെ പോലും സ്വാതന്ത്ര്യമോ ഒരു വൈദ്യശാസ്ത്രത്തിന്റെ പോലും സഹായമോ ഇല്ലാതെ ദൈവം ഒരു കുഞ്ഞിനെ നിക്ഷേപിച്ചു. 9 മാസക്കാലം കഴിഞ്ഞപ്പോ സുമുഖനായ ഒരു പൈതലിന് ആ അമ്മ ജന്മം കൊടുത്തു. 3 മാസത്തില് അവൾ ആ കുഞ്ഞിനെയുമായിട്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ സാക്ഷ്യം പറയുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഏതു വ്യക്തിയിലൂടെയും ഉണ്ടാകാം. ഒരു ധ്യാന ഗുരുവിനോ ഒരു പ്രവാചകനോ ഒരു അഭിഷിക്തനോ മാത്രമല്ല ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാനായിട്ട് കഴിയുക. ഒരു ഭിക്ഷാടകൻ, ഒരു ദരിദ്രനായ മനുഷ്യൻ കരമുയർത്തി സ്വർഗത്തിലേക്ക് തന്റെ അപ്പനെ വിളിച്ചിന്തി അമ്മാവക്ക് കുഴന്തയെ കൊടപ്പ എന്നുള്ള കൊച്ചു പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി കൊടുത്തു എന്നുള്ള വലിയ സാക്ഷ്യം ആ ധനികയായ സ്ത്രീ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് 10,000 മുൻപിൽ പറഞ്ഞു. ഈ സാക്ഷ്യം പനക്കൽ അച്ഛനിലൂടെ ഞാൻ നേരിട്ട് കേൾക്കാനും ഇടയായി. പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഒരു സത്യം തിരിച്ചറിയുവാനായിട്ട് നമുക്ക് പറ്റണം. പ്രിയപ്പെട്ടവരെ, നമ്മെ പിന്നോട്ട് വലിക്കുന്ന ചില തിന്മയുടെ ശക്തികൾ ഉണ്ട് നമുക്ക് ചുറ്റും. മരണം വരെ നമ്മെ അനുഗമിക്കുകയും ചെയ്യും. നീ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം ലഭിക്കത്തില്ല, നീ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കത്തില്ല, നിന്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി തരത്തില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പിന്നോട്ട് വലിക്കുന്ന ശക്തിയോട് നമുക്ക് പറയുവാൻ കഴിയണം, ഭോ പിശാചേ ദൂരെ, എന്റെ ദൈവം സ്വർഗത്തിൽ എന്റെ അപ്പൻ തന്റെ മകന്റെ ശബ്ദം കേൾക്കും, തന്റെ മകന്റെ പ്രാർത്ഥന കേൾക്കും. ദൈവത്തിന്റെ തീരുമാനങ്ങളെ പോലും മാറ്റി മറിക്കുവാനായിട്ട് എന്റെ കൊച്ചു പ്രാർത്ഥനയ്ക്ക് ഒരു നിമിഷത്തിലുള്ള കണ്ണുനീരോടെയുള്ള എളിമയോടെയുള്ള സഹനത്തോടെയുള്ള സമർപ്പണത്തോടെയുള്ള മടങ്ങി വന്നുള്ള ഒരു കൊച്ചു പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ തീരുമാനങ്ങളെ പോലും മാറ്റിമറിക്കുവാൻ കഴിയുമെന്നുള്ള ഈ സത്യമോ തിരിച്ചറിയുവാനായിട്ട് പറ്റുമ്പോൾ, പ്രിയ സഹോദര സഹോദരി, ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് മേല് നിനക്ക് നിരാശയുടെ അവസ്ഥയായിരിക്കാം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് മേല് മറുപടി ലഭിക്കാത്തതിന്റെ വലിയ തിക്ത അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. ലോകം നിന്നെ നോക്കിയിട്ട് ഉറ്റു പറയുന്നുണ്ടാകാം, നീ എത്രയോ പ്രാർത്ഥിച്ചു, നിന്റെ പ്രാർത്ഥനയ്ക്ക് എന്തേ മറുപടി ലഭിക്കുന്നില്ല. ലോകം നിന്നെ നോക്കി പരിഹസിക്കുന്നുണ്ടാകാം. പ്രിയ സഹോദര സഹോദരി, പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്, പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. നീതിരഹിതനായ ന്യായാധിപന്റെ മുൻപില് വിധവയായ സ്ത്രീ ചെന്ന് ശല്യം ചെയ്ത് ചോദിച്ചപ്പോൾ നീതിരഹിതനായിട്ട് കൂടി നീതി നടത്തി കൊടുത്തുവെങ്കിൽ നമ്മെ ഒത്തിരി 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 സ്നേഹിക്കുന്ന സ്വർഗത്തിലെ പിതാവ് തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ നമ്മുടെ നിലവിളിക്ക് ഉത്തരം തരുവാനായിട്ട് കാല വിളംബം വയ്ക്കുമോ? പ്രിയപ്പെട്ടവരെ, ഈ സത്യം നമുക്കൊന്ന് തിരിച്ചറിയാം. എന്നിലുള്ള പരിശുദ്ധാത്മ ശക്തിയോടുകൂടി എന്നിലെ പാപങ്ങളെ ഉപേക്ഷിച്ച് എന്നിലെ എല്ലാ മ്ലേച്ഛതകളെയും ഉപേക്ഷിച്ച് ഞാനൊന്ന് മടങ്ങി വരുവാൻ തിരുമനസ്സായാൽ സ്വർഗം ഏറ്റവും സന്തോഷിക്കുന്ന ദിവസമായിട്ടും സമയമായിട്ടും മാറ്റപ്പെടും. സ്വർഗം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ തരുവാനായിട്ട് സ്വർഗം തിരുമനസ്സാകും. ആത്മീയ വരഫലങ്ങളാവട്ടെ, ഭൗതിക നന്മകളാവട്ടെ, രോഗപീഠകളിൽ നിന്നുള്ള
വിടുതലാവട്ടെ. ഏത് ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയും ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയും നീ പ്രാർത്ഥിക്കുന്നുവോ അവയ്ക്കുമേൽ സ്വർഗം മറുപടി തരിക തന്നെ ചെയ്യും. ഒന്ന് ചേർന്ന് പറയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ സത്യം തിരിച്ചറിയുവാനായിട്ട്, ദൈവത്തിന്റെ തീരുമാനത്തെ പോലും മാറ്റുവാനായിട്ട്, ഒരു വ്യക്തിയുടെ പരിപൂർണമായ സമർപ്പണത്തോടെയുള്ള പ്രാർത്ഥന, ഒരു ദേശത്തിന്റെ പ്രാർത്ഥന, ഒരു കുടുംബത്തിന്റെ പ്രാർത്ഥന ശക്തിയുള്ളതാണ് എന്നുള്ള സത്യം തിരിച്ചറിയുവാനായിട്ട് നമുക്ക് പറ്റട്ടെ. ലോകത്തിന്റെ തീരുമാനമാകട്ടെ, പിശാചിന്റെ തീരുമാനമാകട്ടെ, ദൈവത്തിന്റെ തീരുമാനമാകട്ടെ, ഇവയെ മാറ്റിമറിക്കുവാൻ ദൈവമക്കളായ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ സത്യം തിരിച്ചറിയുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കട്ടെ. നമുക്കൊരു നിമിഷം കരങ്ങൾ കൂപ്പാം, കണ്ണുകൾ അടയ്ക്കാം. സ്വർഗീയ പിതാവേ, ഇതുവരെ ഞങ്ങള് പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച്, വാക്കു പറഞ്ഞാൽ വാക്കുമാറാത്ത ദൈവത്തിന്റെ വാക്കിനെ പോലും മാറ്റിമറിക്കുന്ന അത്ഭുതകരമായ ശക്തി പ്രാർത്ഥനയ്ക്ക് ഉണ്ട് എന്നുള്ള സത്യം ഞങ്ങൾ തിരിച്ചറിയുകയായിരുന്നു. ദൈവമേ, 3 ഭാഗങ്ങളിലായിട്ട് ഞങ്ങൾ ധ്യാനിച്ചു. ദൈവം ഒരു ദേശത്തെ, ഒരു വ്യക്തിയെ തകർക്കുവാനായിട്ട്, നശിപ്പിക്കുവാനായിട്ട് തീരുമാനമെടുത്തു. എന്നാൽ ആ ദേശം പാപത്തെ ഉപേക്ഷിച്ച്, അവരുടെ പ്രാർത്ഥന കുറവുകളെ ഉപേക്ഷിച്ച്, ജീവിതത്തിലെ നിന്ദനങ്ങളെ ഉപേക്ഷിച്ച്, എല്ലാ ലോകമായകളെ ഉപേക്ഷിച്ച്, ചാക്കുടുത്ത് ചാരം പൂശി തമ്പുരാന്റെ മുൻപിൽ എളിമപ്പെട്ട് കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ തിരുമനസ്സായപ്പോ, കാരുണ്യവാനായ ദൈവം, കരുണാനിധിയായ ദൈവം, ഒരു വ്യക്തി പോലും നശിച്ചു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ദൈവം, 99 കിട്ടിയപ്പോൾ തൃപ്തിപ്പെടുന്ന ദൈവമല്ല, ആ നഷ്ടപ്പെട്ട ഒന്നിനെ പോലും തേടിപ്പോകുന്ന ദൈവം, ആ ദൈവം ഒരു വ്യക്തി പോലും നശിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത ദൈവം, ആ വ്യക്തിയുടെ പ്രാർത്ഥന, ആ ദേശത്തിന്റെ പ്രാർത്ഥന ശ്രവിക്കുകയും ആ ദേശത്തിനു വേണ്ടി ദൈവം തീരുമാനിച്ചുറച്ച എല്ലാ വിധത്തിലുള്ള തകർച്ചയുടെ അവസ്ഥകളിൽ നിന്നും ദൈവം മനസ്സുമാറ്റി ആ ദേശത്തെ വീണ്ടെടുക്കുന്നതായിട്ട്, ആ ദേശത്തെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നതായിട്ട്, ഒരു രാജാവിനെ മരണത്തിൽ നിന്നും വീണ്ടെടുത്ത് 15 വർഷം കൂടി നീട്ടിക്കൊടുത്തതായിട്ടെല്ലാം ഞങ്ങൾ വചനം ധ്യാനിച്ചപ്പോൾ, ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലും ഇതൊന്ന് പ്രാവർത്തികമാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ രോഗത്തിന്റെ മരണവക്കിലായിരിക്കും ഞങ്ങളിപ്പോൾ. പല രോഗങ്ങളും ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തി ഞങ്ങളുടെ പ്രത്യാശ മരിച്ച അവസ്ഥയിലായിരിക്കും ഞങ്ങളിപ്പോൾ. ഞങ്ങളുടെ വിശ്വാസം മരിച്ച അവസ്ഥയിലായിരിക്കും ഞങ്ങളിന്ന്. എന്നാൽ എന്റെ തമ്പുരാന്റെ വചനം പറയുന്നു, നീ ഒന്ന് വിശ്വാസം ഏറ്റുപറഞ്ഞ്, നിന്റെ മ്ലേച്ഛതകളെ ഉപേക്ഷിച്ച്, പാപത്തെ ഉപേക്ഷിച്ച്, നീ എന്നെ ഒന്ന് വിളിച്ച് കരയ. നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ സൗഖ്യദായകനായി കടന്നു വരും. നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ വിടുതലായിട്ട് കടന്നു വരും. ഒരു ദേശത്തിന്റെ പങ്കിലുമായ അവസ്ഥ കണ്ട് ദൈവം മനസ്സുരുകി വേദനിച്ചപ്പോൾ, ആ ദേശം മടങ്ങി വരുവാൻ തിരുമനസ്സായപ്പോ, അവിടെ ദൈവത്തിന്റെ വലിയ അനുഗ്രഹങ്ങൾ കടന്നു വന്നു. ഒരു ദേശത്തെ നശിപ്പിക്കുവാനായിട്ട് ദൈവം മുന്നോട്ട് പോയപ്പോൾ, താൻ സ്നേഹിച്ച ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയോടെയുള്ള ചോദ്യം, 50എങ്കിൽ 40എങ്കിൽ 30എങ്കിൽ 20എങ്കിൽ 10എങ്കിൽ, ദൈവം അതനുസരിച്ച് ദൈവം താണ തീരുമാനങ്ങളെ മാറ്റി കൊടുക്കുന്ന ദൈവം. നമുക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൊച്ചു കാര്യങ്ങളെ പോലും അറിയുന്ന ഈശോ, കൊച്ചു ചോദ്യങ്ങൾ പോലും പരിഗണിക്കുന്ന ഈശോ, കൊച്ചാവശ്യങ്ങൾക്ക് പോലും മറുപടി തരുന്ന ഈശോ, ആ ഈശോയുടെ മുൻപിൽ പ്രത്യാശയുള്ളവരായി നമുക്ക് മാറാം. നമ്മുടെ ആഗ്രഹങ്ങള്, നമ്മുടെ നിയോഗങ്ങള് സമയത്തിന്റെ പൂർണ്ണതയിൽ ലഭിക്കുക തന്നെ ചെയ്യും. നിരാശ കൈവിടിയാം. ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ അപ്പനോട് മകനായ ഞാൻ, മകളായ ഞാൻ, കുഞ്ഞുങ്ങളായ നാം ചോദിച്ചാൽ അവൻ തരിക തന്നെ ചെയ്യും. അങ്ങനെ ഞാനും എൻ്റെ അപ്പനും തമ്മിൽ ഒരു വ്യക്തി ബന്ധമുണ്ടാകണം. ഇതാണ് നമ്മുടെ പ്രാർത്ഥന. നിരന്തരമുള്ള പ്രാർത്ഥന, മടുപ്പ് തോന്നാത്ത പ്രാർത്ഥന, അനുഗ്രഹം ലഭിക്കുന്നത് വരെയുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥന നമ്മൾ ഉയരട്ടെ. നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന്റെ മുൻപിൽ ഒരു ശല്യമായിട്ട് മാറട്ടെ. ആ ദേവദാസൻ പ്രാർത്ഥിച്ചതുപോലെ, I will not leave you until you use me in a mighty way. നമുക്ക് പ്രാർത്ഥിക്കാം.
ഈശോയെ, നിനക്ക് ഞാൻ സ്വസ്ഥത തരത്തില്ല കർത്താവേ. എൻ്റെ ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ നിനക്ക് ഞാൻ സ്വസ്ഥത തരത്തില്ല കർത്താവേ. ഈ തലങ്ങളിലേക്ക് നമ്മുടെ പ്രാർത്ഥന ഉയരട്ടെ. അതിനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. പ്രാർത്ഥന കേട്ട ഈശോയ്ക്ക് നന്ദി പറയുന്നു. യേശു കരങ്ങളിലേക്ക് ഈ ശുശ്രൂഷയെയും നമ്മെ എല്ലാവരെയും പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. നിത്യം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.